എൻ്റെ മോനെ, നമുക്കത് വീട്ടിൽ ഗീ ഉണ്ടാക്കി നോക്കിയാലോ. ഇത് ഞാൻ ഏകദേശം 1 മാസം കളക്ട് ചെയ്തിട്ടുള്ള പാലിൻ്റെ പാൽപ്പാടയാണ്. പാന് ചൂടായതിനു ശേഷം നമ്മൾ ഈ പാൽപ്പാടം അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് പതുക്കെ ചൂടാക്കിയിട്ട് ഇങ്ങനെ ഇളക്കിയും കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഞാനിത് എന്നും പാലിൻ്റെ പാട സെപ്പറേറ്റ് ചെയ്തിട്ട് റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചതാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിത് തിളയ്ക്കും തോറും കണ്ടത് ഇങ്ങനെ ഗീ ഇങ്ങനെ ഡെവലപ്പായി വരുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഗീ എന്ന് പറയുന്നത് ഒരു റിച്ച് ഹെൽത്തി ഫാറ്റാണ്. അതേപോലെ ഡൈജഷൻ ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ സപ്പോർട്ട് ഇമ്മ്യൂണിറ്റി വൈറ്റമിൻസ്, പിന്നെ അതേപോലെ നമ്മളെ ബ്രെയിൻ ഹെൽത്തിനൊക്കെ നല്ലതാണ് കേട്ടോ ഗീ. പിന്നെ സ്കിന്നിനും ഹെയറിനൊക്കെ നല്ലതാണ് ഗീ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ദിവസം 1 ടീസ്പൂൺ 2 ടീസ്പൂൺ വരെ പെർ ഡേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്യൂം ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർ കൺസ്യൂം ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അതിങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിങ്ങനെ ഗീ ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഒന്ന് ചൂടാറിന് ശേഷം എന്ത് ചെയ്യാം, സെപ്പറേറ്റ് അരിച്ചെടുത്താൽ മതി. സംഭവം അടിപൊളിയായില്ലേ. എന്തായാലും ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ ചെറിയൊരു സന്തോഷമൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. എനിക്ക് ഫൈനലി ഏകദേശം ഇത്ര ക്വാണ്ടിറ്റിയാണ് ഗീ കിട്ടിയിട്ടുള്ളത്. എനിവേ, ബൈ ഫ്രം സച്ചിൻ.